ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സ്പോട്ടായിട്ടുള്ള പൊന്മുടിയിലേക്കാണ്. പൊന്മുടി പോകുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയുക ഗൈസ്, നമ്മുടെ പൊന്മുടി പോകുന്ന റൂട്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ട്രാവൽ സ്പോട്ടിൽ പോകുമ്പോൾ ആ സ്പോട്ടിൽ എത്തിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിക്കുള്ള സീനറീസ് ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പോകുന്ന റൂട്ട് തന്നെ നല്ല ഭംഗിയാണ്. കുന്നും മലയും പുഴയൊക്കെ ആയിട്ട് നല്ല രസമാണ്. പൊന്മുടിയിലൊക്കെ പോണ വഴിക്ക് തന്നെ 2-3 ട്രാവൽ സ്പോട്ട്സ് കൂടെ ഉണ്ട്. അതിലൊന്നാണ് കല്ലാർ മീൻമുട്ടി വാട്ടർഫാൾസ്. അപ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങാനും ട്രക്കിങ്ങോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെയും കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് പൊന്മുടിയിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രാവിലെയൊക്കെ പോകുകയാണെങ്കിൽ അവിടെ ഇറങ്ങി ഒന്ന് ചില്ല് ചെയ്ത് വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ചതിന് ശേഷം നമുക്ക് പൊന്മുടിയിലേക്ക് പോകാം. അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഇതേപോലത്തെ അഡ്വഞ്ചർ ആയിട്ടുള്ള സിപ്പ് ലൈൻ്റെതാണ്. പെർ പേഴ്സൺ 400 റുപ്പീസാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് അഡ്വഞ്ചർ താല്പര്യമുള്ളവർക്ക് അവിടെ കയറാവുന്നതാണ്. ഹൈ റേഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പൊന്മുടിയിലേക്കുള്ള എല്ലാ KSRTC ബസ്സുകളും ഓർഡിനറി ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രിയദർശിനി പദ്ധതി വന്നതോടുകൂടെ കുട്ടികൾക്കും അതേപോലെ സ്ത്രീകൾക്കും ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ ഗേൾസ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും ബെസ്റ്റ് ടൈം ഇനി വരാനില്ല. ഇപ്പം തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഓടിപ്പോകാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ അകത്തോട്ട് പോയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിലൊക്കെ ഉള്ള പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ അവിടെ കാണാൻ പറ്റുന്നതാണ്. മയിലിനെയൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് മറ്റൊരു കാഴ്ചയാണ് നമ്മുടെ ഈ തേയിലത്തോട്ടം എന്ന് പറയുന്നത്. ആ തേയില ഫാക്ടറിയും തേയിലത്തോട്ടമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് അവിടെ നിന്ന് തേയില കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പൊന്മുടിയിലെ മറ്റൊരു സ്പോട്ടിലേക്കാണ്. അപ്പോൾ ഈ മരത്തിന്റെ പിക്കും വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് പൊന്മുടി എത്തുന്നതിന് മുൻപ് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ പൊന്മുടി എത്തുന്നതിന് മുമ്പേ കുറച്ചധികം ഷോപ്സ് ഒക്കെ ഉള്ള ഏരിയയിൽ വലത്തോട്ട് തിരിഞ്ഞു പോകുമ്പോഴാണ് ഈ റോഡ് താഴോട്ട് പോകുമ്പോൾ തന്നെയാണ് നമുക്ക് അവിടെ ഒരു തേയില ഫാക്ടറി ഒക്കെ ഉണ്ട്. നമ്മൾ ഫാക്ടറിയിലോട്ടൊന്നും പോയില്ല. നമ്മൾ ആ മരത്തിന്റെ അവിടെ ചെന്ന് കുറച്ച് സെൽഫീസ് ഒക്കെ എടുത്തിട്ട് പിന്നീട് മുകളിലോട്ട് ടോപ്പിലേക്ക് തന്നെയാണ് പോയത്. പൊന്മുടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ പല രീതിക്കുള്ള ബോർഡുകളും സൈനുകളും ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അതായത് മൃഗങ്ങൾ ഇറങ്ങുന്ന ഏരിയ ആയിരിക്കും, ഹോൺ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ ഇതൊക്കെ എപ്പോഴും ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ പൊന്മുടി ടോപ്പിലെത്തി കഴിഞ്ഞിട്ടുള്ള അവരുടെ ഗവൺമെന്റിന്റെ ബിൽഡിങ്സ് ആണ്. അവിടെ ടോയ്ലറ്റും അല്ലാതെ സ്നാക്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ടോയ്ലറ്റൊക്കെ ഫ്രീ ആണ്. കാരണം നമ്മൾ പെർ ഹെഡിന് 40 റുപ്പീസ് പേ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് 20 റുപ്പീസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബാക്കി ഫെസിലിറ്റീസ് ഒക്കെ ഫ്രീ ആണ്. പൊന്മുടിയിൽ ടോപ്പിൽ എത്തിക്കഴിയുമ്പോൾ പല സ്പോർട്സും ഉണ്ട്. ഫസ്റ്റത്തേതെന്ന് പറയുന്നത് ഈ വരയാടിന്റെ ആ ഒരു പ്രതിമയാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ മുകളിലൊരു ടവർ കാണാൻ പറ്റും. ഈ കുന്നും മലയൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും കയറി പോകാവുന്നതാണ്. എന്ന് വെച്ചാൽ കൊക്കയിലോട്ടൊന്നും എടുത്ത് ചാടാനല്ല ഞാൻ പറയുന്നത്. അല്ലാതെ നമുക്ക് അവിടെയൊക്കെ എല്ലാ സ്പോട്ടിലും നടന്ന് നമുക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ വലുതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് പൊന്മുടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.